എന്റെ ബ്ലോക്ക് ലിസ്റ്റിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. ഓ, ഇതായിരിക്കും നാളത്തെ ഹൈലൈറ്റ്. എന്റെ ബ്ലോക്ക് ലിസ്റ്റിൽ ആ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലാതെ സിനിമ പാട്ട് പാടുന്നത് പോലും നമ്മൾ അങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വളർന്നു വരുമ്പം ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണല്ലോ വരുന്നത്. ചിലരങ്ങനെ മനുഷ്യത്വം ഇല്ലാതൊക്കെ പെരുമാറികളായി. വളരെ ഫേമസ് ആയിട്ട് നമുക്ക് അങ്ങനെയാണ്. അതൊക്കെ നമുക്ക് അത്രയ്ക്ക് നമ്മൾ അത്ര റെസ്പെക്റ്റ്, അതൊക്കെ നമ്മൾ അത്ര വേറൊരു രീതിയിലും അല്ല. എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു അനുഭവം വന്നപ്പോൾ ഞാനത് ഇതാക്കി, എനിക്ക് പാടണ്ടെന്നുള്ളൊരു ഇതായി. ഇപ്പം എന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയണ കേട്ടി നല്ലത് മൂന്നാമതൊരാൾ പറയുമ്പോഴല്ല അതിൻ്റെ ഒരു ഇത്. അപ്പം അങ്ങനെ കരുതുന്ന ഒരാളാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ചിലർ ഫോളോവേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ വിലയുള്ള അവസ്ഥയായി. കഴിവിനൊന്നും ഇപ്പം വിലയില്ലാത്ത ചില സമയത്ത് സത്യസന്ധത കാണിച്ചുകൊണ്ടും കാര്യമില്ല. എന്തുകൊണ്ട് എനിക്കിപ്പോൾ അത് മനസ്സിലായി തുടങ്ങി. ഫോൺ വിളിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആളുന്ന തീന്നർത്ഥം കാണാതെ ഇനി നീ എങ്ങെങ്ങും മായല്ലേ. വെൽക്കം നജീം അർഷാദ്. നജീം, സ്വാഗതം. ഞാൻ സ്വാഗതം പറയുക. താങ്ക് യു. ശരിയാണല്ലോ. അല്ല, എന്നെക്കാട്ടി വലിയ സെലിബ്രിറ്റി ഒക്കെ എനിക്ക് സ്വാഗതം പറയുന്നത് കുഴപ്പമില്ല. ഇത് മറ്റേ ചില കല്യാണ കഴിഞ്ഞിട്ട് പെണ്ണ് വന്നിട്ട് ചെറുക്കന്റെ അമ്മയുടെ കാലിൽ വീഴുമ്പോ അമ്മ വന്നിട്ട് വീണ്ടും പെണ്ണിന്റെ കാലിൽ വീഴുന്ന, അതുപോലെ തിരിച്ചമത്തം പറ്റുന്ന പോലെ ആയിപ്പോയി. നമ്മള് കണ്ടിട്ട് കുറെ അല്ലേ, നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി മീറ്റ് ചെയ്തപ്പോൾ ഒരു ഹോട്ടലിന്റെ ലോബിയിലോ നമ്മൾ ഹോട്ടലിലെ പാർക്കിങ്ങിൽ വെച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ട് നജീം ചെയ്ത കുറച്ചധികം സോങ്സ് എനിക്ക് കേൾപ്പിച്ചു. നജീം മ്യൂസിക് ചെയ്ത കുറച്ചധികം സോങ്സ് കേൾപ്പിച്ചു. എനിക്കൊരു 3-4 വർഷം മുൻപാണ്. അതിൽ ചിലതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ്. ഞാനൊന്ന് പറയുകയും ചെയ്തു. ഈ സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ നജീമിന് എനിക്ക് തോന്നുന്നു ഒരു സിംഗർ എന്നതിനും അപ്പുറം നജീമിന്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം മ്യൂസിക് ഡയറക്ഷൻ ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ആഗ്രഹം മ്യൂസിക് തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. പാട്ട്, മറ്റേ സംഗീതം, ഒന്ന് നമ്മുടേതായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട്. പക്ഷെ പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ നല്ലൊരു ഇൻസ്ട്രുമെന്റ് തൊണ്ടയിലുള്ളത് കൊണ്ട് അതുകൊണ്ട് അതിലിങ്ങനെ കണ്ടിന്യൂറ്റി പോകുന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളൂ. എന്തായി ശരിക്കും മ്യൂസിക് ഡയറക്ഷൻ എവിടെ വരെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പൊസിഷനിലായിരിക്കും ഇപ്പോൾ എത്തി നിൽക്കുന്ന മ്യൂസിക് ഡയറക്ഷൻ? എൻ്റെ ഒരു എയിം, കാരണം ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ചിലതൊക്കെ മ്യൂസിക് വീഡിയോസ് ഒക്കെ ആയിട്ട് നജീം ഇറക്കിയിട്ടുണ്ട്. ഞാനത് കാണുന്നുണ്ട്, എനിക്ക് അയക്കാറുണ്ട്. അതെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു ഇൻഡിപെൻഡൻറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇറക്കാമെന്ന് കരുതിയാണ് യൂട്യൂബൊക്കെ തുടങ്ങിയത്. പതുക്കെ പിന്നെ യൂട്യൂബിൽ കുറേ വർഷം അത് നമ്മൾ ആഴ്ചകളോളം കണ്ടിന്യൂസ്ലി ഈ കണ്ടന്റുകൾ ഇട്ടാലേ യൂട്യൂബിലൊക്കെ റീച്ച് ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊച്ചു സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസമൊക്കെ ടൈം ആകും. അപ്പോൾ നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും ഷോയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഡിലേ ആവും. അതുകൊണ്ട് യൂട്യൂബിൻ്റെ റീച്ചൊക്കെ ഇച്ചിരി കുറവാണ്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഇറക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സർക്കിളിൽ ഇത് റീച്ച് എത്തുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട്. സുമേഷ് അന്ന് പാട്ട് കേട്ടതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്, അതൊന്നും ഇറക്കി വിട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുന്ന സംഭവം ചുമ്മാ വെറുതെ ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ചെറിയ സാധനമാണെങ്കിൽ പോലും നമ്മൾ പെർഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അന്നേരം അത് ആൾക്കാരിൽ എത്തിയില്ലെങ്കിൽ ചെറിയൊരു വിഷമമുണ്ട്. അത് എത്താനായിട്ട് ഇപ്പോൾ ഒരൊറ്റ പ്ലാറ്റ്ഫോം യൂട്യൂബ് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് ഈ പറഞ്ഞ പോലെ റീച്ച് എത്തിക്കണല്ലോ. ചില സമയത്ത് നമ്മളത് വിചാരിച്ചതുപോലെ കിട്ടുന്നില്ല സാധനം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് ചിലപ്പോൾ തെറ്റാണോന്നറിയില്ല, നജീം അർഷാദ് എന്നൊരു വ്യക്തിയെ എല്ലാവർക്കും സിംഗർ എന്നുള്ള ഒരു ഐഡന്റിറ്റി മാത്രമാണ് അറിയുള്ളൂ. ഇപ്പോൾ ഒരു പക്ഷേ നജീം ഒരു നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്, നജീമിൻ്റെ കയ്യിൽ ഇത്രയും കോണ്ടന്റ് ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അധികം ഇൻഡസ്ട്രിയിൽ അധികം ആർക്കും ഒരു പക്ഷേ ടെക്നീഷ്യന്മാർക്ക് അറിയുന്നുണ്ടാവില്ലെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ആ പാട്ടിലൊക്കെ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞതാണ്. ശരിക്കും കുഴപ്പമില്ല, അതിലൊന്നും എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പം നമ്മളെ പാട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വളരെ ഹാപ്പിയാണ്. ഓരോ സമയത്തിന് അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. അത് വരുമ്പോഴത്തേക്കും അത് ഒരു പുതിയതായിരിക്കും നമ്മൾ വരുന്ന സമയത്ത്. നമ്മൾ അങ്ങനത്തെ വിഷമമൊന്നുമില്ല, വരുമ്പോൾ വരട്ടെ എന്നുള്ളതിലാണ്. അതിന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വരും. പല ആളുകളും ഒരു കാര്യം ചെയ്തിട്ട് അതിനെ മാക്സിമം ഒരു സെൽഫ് PR എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തിക്കും.
എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചാലേ മറ്റുള്ള ആളുകൾ നമുക്ക് ചെവി തരത്തുള്ളൂ. നമുക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ ഒരിക്കലും സംസാരിക്കില്ല. ഇപ്പോൾ എനിക്കറിയുന്ന ഒരു നജീം അർഷാദിന്റെ സെൽഫ് PR അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു സ്വയം ബൂസ്റ്റ് കാണിക്കുന്ന ഒരു കാര്യം വളരെ കുറവാണ്. കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു അങ്ങനെ തോന്നിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് വളരെ കുറവാണ്. ശരിക്കും ഇത് വേണ്ടതല്ലേ? വേണ്ടതെന്ന് പറഞ്ഞാല് അത് ഇപ്പൊ എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയണ കാട്ടി നല്ലത് മൂന്നാമതൊരാൾ പറയുമ്പോഴല്ലേ അതിന്റെ ഒരു ഇത്. അപ്പൊ അങ്ങനെ കരുതുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ലൈവായിട്ട് നിൽക്കണമെങ്കിൽ അതൊരു നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഈ പറഞ്ഞ സാധനം ശരിയാണ്. കാരണം പുറത്തുനിന്ന് ആൾക്കാർ കയറി നോക്കുമ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് നോക്കിയാലും അവന് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ചിലർ ഫോളോവേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ വിലയുള്ള അവസ്ഥയായി, കഴിവിനൊന്നും ഇപ്പം വിലയില്ലാത്ത അവസ്ഥ. അപ്പോൾ ഫോളോവേഴ്സ് ഇപ്പം പല രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അറിയണില്ല ജനങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നും അറിയണില്ല. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് കുറച്ച് ഇങ്ങനെ പൊടികൾ ഇട്ടാലേ കാര്യം ആ കാലത്തിലൂടെ പോവുക. അന്നേരം ചില സമയത്ത് സത്യസന്ധത കാണിച്ചുകൊണ്ടും കാര്യമില്ലെന്നുകൊണ്ട് എനിക്കിപ്പോൾ അത് മനസ്സിലായി തുടങ്ങി. ചൂട് മാറ്റി പിടിക്കണം, കുറച്ച് പുറകിലോട്ടായോ ഒന്ന് പറഞ്ഞാലേ കോവിഡിന് മുമ്പേ ഉള്ള മ്യൂസിക്കിന്റെ ഒരു ഇതല്ല. ഒരു ഇൻഡസ്ട്രിയുടെ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ആയാലും മറ്റേ BC-AC നമുക്ക് രണ്ട് തിരിക്കാം. ആഫ്റ്റർ കോവിഡ് ആൻഡ് ബിഫോർ കോവിഡ്. ബിഫോർ കോവിഡൊക്കെ അന്ന് നമുക്ക് പാട്ടുകൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരോട്ട് എത്താനും ഒക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. പണ്ട് ഇപ്പോൾ മീഡിയാസ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പാട്ട് പരിപാടികളുണ്ടായിരുന്നു. FMസിലാണെങ്കിലും. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ആൾക്കാർ പാട്ട് കേൾക്കുന്നത് ഇപ്പോൾ ചാനൽ കേബിളുള്ള വീടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത്രയും കുറച്ച് എല്ലാവരും മൊബൈലിലും. അപ്പോൾ ഈ OTT വന്നതോടെ പിന്നെയും മാറി. അപ്പോൾ പാട്ടുകൾ തിയേറ്ററിൽ കാണുന്നതും ഒരു 1-2 ആഴ്ച കഴിഞ്ഞാൽ പെട്ടെന്ന് OTTയിൽ വരുന്നു. OTT തന്നെ റിലീസാവുന്ന പടം. അങ്ങനെയൊക്കെ കാലം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് അങ്ങനല്ല, അതല്ല അവസ്ഥ. പാട്ടിൻ്റെ ഒക്കെ റീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം പല പാട്ടുകളും നമ്മളിപ്പോൾ മില്യൺസ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളൊക്കെ ഇപ്പം അവർ കേട്ടിട്ടുണ്ടാവില്ല. എൻ്റെ ഞാൻ എൻ്റെ പാട്ട് ഭയങ്കര ഹിറ്റായി കേട്ടോ, ട്രെൻഡിങ്ങിലാണെന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അത് പാട്ടാന്ന് ചോദിക്കും. അപ്പൊ ഈ ട്രെൻഡിങ്ങിലൊക്കെ ഇപ്പൊ പല രീതിക്കൊക്കെയാണ് സംഭവം. അപ്പൊ ഒന്നും നമുക്കൊന്നും ഇപ്പൊ ജെന്യുവൻ ആണോ ഫേക്ക് ആണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്തായാലും എല്ലാവരിലോട്ട് എത്തട്ടെ. നല്ല പാട്ടുകളൊക്കെ, ഒരുപാട് പാട്ടുകളൊന്നും എത്തുന്നില്ല ജനങ്ങളിലോട്ട്. അതിൻ്റെ ഒരു പക്ഷേ അത് ഈ ഒരു സമയത്തുങ്ങളിൽ തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒന്ന് തെളിഞ്ഞ് വരണം. തീർച്ചയായിട്ടും. ഈ ട്രെൻഡിങ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 4 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം പേര് കണ്ട ട്രെൻഡിങ് ആണ്. അതാണ് ഇപ്പൊ ബാക്കി മെജോറിറ്റി പുറത്തേക്കുക. അല്ല, ഇപ്പൊ 1 ലക്ഷം കൊണ്ട് 1 ലക്ഷമൊക്കെ എത്തിക്കാൻ അധികം താമസം വേണ്ടെന്നുള്ളതാണ്. അപ്പൊ അതൊരു 10 ലക്ഷമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, വിത്തിനിടെ 1 മില്യൺ വ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില വീഡിയോസിലൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മില്യൺസ് വ്യൂസ് ഉണ്ട്. കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ കുറച്ചായിരിക്കും ചില വീഡിയോസ് കാണുമ്പോഴേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും നമുക്ക് മനസ്സിലാവും പെയ്ഡ്. അപ്പോൾ അതാണ് പെയ്ഡ് ആയിട്ടുള്ള ഇതുണ്ടാവും. അപ്പോൾ ഇതൊന്നും ഒരു നേരായ മാർഗത്തിലൂടെ എത്തുന്നില്ല ജനങ്ങളിലോട്ട്. പണ്ട് അതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് തോന്നുന്നു, നെഗറ്റീവ് സൈഡായിട്ട്. മറ്റതാണെങ്കിൽ ആൾക്കാർ പാട്ട് കേൾക്കാനും TV ഓണാക്കും, പാട്ട് പരിപാടിയുണ്ട്. മനസ്സിലായില്ലേ? ചിത്രഗീതം പിന്നെ ടോപ്പ് 10 എന്നൊക്കെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ അടിക്കും. അതിനുവേണ്ടി ജുക്ക് ബോക്സ് ഒരു ചാനൽ വരുന്നുണ്ട്. ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട്? പാട്ട് വേണ്ടി മാത്രം ചാനല്. വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പോയിട്ട് ഇപ്പൊ ആൾക്കാരെല്ലാം മറ്റേ ഇൻസ്റ്റാഗ്രാമില് റീല് ട്രെൻഡിങ്, അതൊന്നും നമുക്ക് റീൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ആൾക്കാരെല്ലാം അതിന്റെ പുറകെ പോയി അങ്ങനത്തെ പാട്ടുകൾ മാത്രം റീലിന് വേണ്ടി പാട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പാട്ടുകൾ റീച്ച് എത്തണത്. പിന്നെ നമുക്ക് പിന്നെ കാലത്തിനനുസരിച്ച് പോയല്ലേ പറ്റുള്ളൂ. ഞാനിനി റാപ്പൊക്കെ പാടിയാണെന്ന് ആലോചിക്കുന്നു. അതെ, അതൊരു വെറൈറ്റി ആയിട്ട് തന്നെ ഇറങ്ങും. എനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റാർ സിംഗർ കഴിഞ്ഞ് മിഷൻ 9 ഡേയ്സ് തൊട്ട് ഇപ്പോ എന്താണ് ഇനിയും കാണാൻ വരാന്ന് പറയുന്ന ആസിഫിന്റെ പടത്തിലെ പാട്ട് വരെയൊക്കെ എത്തി നിൽക്കുകയാണ്. പാട്ടുകളൊക്കെ പാടുന്നുണ്ട്, പാട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഇനിയിപ്പോ കപ്പുന്നുണ്ട് പടം, സാറിന്റെ ഒരു പാട്ട്, നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ എത്തട്ടെ, പടം റീച്ചായി കഴിഞ്ഞാലാണ് ഇപ്പൊ ശരിക്കും പാട്ടുണ്ടെന്ന് അറിയുന്നുള്ളൂ. ഒരു തിയേറ്ററിൽ ഒരു ഹിറ്റ് പടം വന്നാൽ മാത്രമേ മനസ്സിലായോ. അപ്പോൾ ഒരു ഫ്രൈഡേ എത്ര പടം റിലീസ് ചെയ്യും? ഒരു ഹിറ്റ് പടത്തിലൂടെ മറ്റു കുറേ പടങ്ങളും ഉണ്ടാവും. അതിലെ പാട്ടുകളും നല്ല പാട്ടുകളാണ്. പക്ഷെ അത് ശ്രദ്ധ വരല്ല. അതായത്
ആൾക്കാർ അറിയണില്ലെന്നാണ് ഞാൻ ഇല്ല 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 ഇങ്ങനെ ചില അപൂർവം കേസിൽ മാത്രമാണ് പടം ഫ്ലോപ്പ് ആയാലും പാട്ട് ഹിറ്റാവുന്ന രീതികളൊക്കെ. ഇപ്പോഴും വളരെ റയർ, ഇത് വളരെ റയർ സംഭവങ്ങളാണ്. അതെ, അത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ് ഇപ്പൊ ജനുവനായിട്ട് കുറെ റീച്ച് എത്തിക്കണം. അങ്ങനെ ഒരു പാട്ട് എൻ്റെ ഒരു സാധനം ഇതല്ല ഫ്ലോപ്പ് എന്നല്ല ഞാൻ പറഞ്ഞ, മലയാളം ഡബ്ഡ് വേർഷൻ ഉണ്ട്. നാനിയുടെ ഒരു പടം ഇറങ്ങിയായിരുന്നു, അത് നമ്മുടെ ഹിഷാം അബ്ദുൽ വഹാബ് അതല്ലേ? അതെ. അതില് പടമൊക്കെ റിലീസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ ഈ പാട്ട് തന്നെ ഞാൻ ഹിഷാമും കൂടെ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നത് ഒരു റീല് പോലെ. അപ്പോൾ ആ പാട്ട് പിന്നെ അങ്ങോട്ട് ഷെയറായി ട്രെൻഡിങ്ങിലൊക്കെ പോയി, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അത് പാട്ട് ഇപ്പം റീച്ച് ആവാനായിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് റീച്ച് ആവുള്ളൂ. ഇപ്പോൾ നജീമും ഹിഷാമൂടെ പാടിയ ആ ട്രെൻഡിങ്, ഹിഷാം മ്യൂസിക് ചെയ്ത് ഞാൻ ഹിഷാം മ്യൂസിക് ചെയ്ത് നജീം പാടിയ ആ പാട്ട് ഒന്നുകൂടി നമുക്ക് വേണ്ടത് പാടാം. ഇതളെ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരാ മോഹത്തുമ്പാലെ, ഇനിയും നിന്നുള്ളം നോവല്ലേ, അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീന്നർത്ഥം കാണാതെ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ. സൂപ്പർ. വാപ്പായിട്ട് നമുക്ക് എപ്പോഴായിരിക്കും ഇന്റർവ്യൂ ഇരിക്കാൻ പറ്റുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആലോചിക്കുന്നതാണ്. എപ്പോൾ കണ്ടു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് വന്നേനെ. വാപ്പ ഒരു ദിവസം നമുക്ക് ഇരുത്തണം കേട്ടോ, ഒരു ഇന്റർവ്യൂ. നമുക്ക് പഴയ പാട്ടുകൾ ഓർമ്മകളൊക്കെ ആയിട്ട് ഒരുപാട് പാട്ടുകൾ. വീട്ടിൽ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് ഫുൾ ടൈം പാട്ടാണല്ലേ? പാട്ടില്ലാത്ത ദിവസമില്ല. ആപ്പ് ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ ഇരുന്ന് പാടും. ഈറനായ നദിയുടെ മാറില്ല മധുരിക്കും ഓർമ്മകളെ, അങ്ങനെയൊക്കെ പഴയ പാട്ടുകളല്ല. വണ്ടി പുകവണ്ടി വണ്ടി വണ്ടി നിന്നെപ്പോലൊരു, അങ്ങനെ കുറെ പാട്ടുകളായിട്ടൊക്കെ നമ്മളെ കൂടുതൽ. വാപ്പ എഴുതിയ പാട്ടല്ല നജീം? ഞാൻ എൻ്റെ യൂട്യൂബിൽ വാപ്പ മ്യൂസിക് ചെയ്ത് ഇനി ഒരു 2-3 പാട്ടുകളുണ്ട്, അത് ഇറക്കണം ഉടനെ. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്കത് സംഭവം അത് വാപ്പയ്ക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റ് ആണല്ലോ. അന്നത്തെ കാലത്ത് വാപ്പ ഒരുപാട് സ്വപ്നങ്ങളോടെ ആയിരിക്കും പാട്ടെന്നുള്ള രീതിക്ക് വാപ്പ കമ്പോസ് ചെയ്യണതും. അപ്പൊ അത് മകനിലൂടെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരു ആഗ്രഹം അത്ര. തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ വീണ്ടും സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് നജീം ഒരുപാട് പാട്ട് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ പറയാം, അതൊരു 4 വരി. ഇപ്പം ആസിഫിന്റെ പടത്തിലെ ഇനിയും കാണാൻ വരാന്ന് പറഞ്ഞ ആ ഒരു, അത് ഭയങ്കര, അത് ആ സിനിമ കാണുമ്പോൾ ആ ഒരു പോർഷൻ, ആ ഒരു പോർഷനിൽ ആ ഒരു ഇത് വരുമ്പോൾ ഭയങ്കര ഫീൽ ആയിരുന്നു അത്. ശരിയാണ്. ഒരുപാട് OTT-യിലൊക്കെ വന്നതിന് ശേഷം ടാഗ് ചെയ്തൊക്കെ ഇടുന്നുണ്ട് ആ പാട്ട്. നല്ലൊരു പാട്ടാണ്. ഇനിയും ഇനിയും കാണാൻ വരാം, ഇനിയും ഇനിയും കാണാൻ വരാം, വെറുതെ പലതും മിണ്ടാൻ വരാം, ഉരുകും മനസ്സിൻ്റെ തീനോകൾ കുളിരും നിലാവേറ്റുമായുന്നിതാ, ഇനിയും നിൻമുഖമെന്നോർമകളിൽ വന്നണയേ, ഒരു മാത്ര തളരില്ല നീരില്ല ഞാൻ, പോയി മറഞ്ഞ കാലവും പറഞ്ഞു തീർത്ത മോഹവും പതിയെ മറന്നിടുവാനണയാത്ത നിന്റെ പുഞ്ചിരിച്ചിരാതു ഞാനെടുത്തിടാം, ഇനിയൻ ഇരുളിൽ തെളിച്ചിടുവാൻ. ഭയങ്കര എനിക്ക് കുറച്ചേ ഉള്ളൂവെങ്കിൽ ഇച്ചിരി
ടഫാണ് അത് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വീണ്ടും റീൽ ട്രെൻഡ് ആവാനുള്ള പാട്ടാണ്. ഭയങ്കര ഇമോഷണൽ, ഭയങ്കര ആ സീനും എങ്ങനെയാണ്. മ്യൂസിക് ജെയ്ക്സ് ബിജോയ് അദ്ദേഹമാണ്. അങ്ങനെ അടിപൊളി അടിപൊളി. നമുക്കേ ഇന്നൊക്കെ വന്ന ഒരു ന്യൂസാണ്. നമ്മുടെ രാം ഗോപാൽ വർമ്മ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ഒരാളെ മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി എയുടെ സഹായത്തോടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലാണ്ട് സോങ് എല്ലാം എക്ക് വിട്ടുകൊടുത്ത് ചെയ്യുവാണ്. ഈ അഭിനയത്തിൽ നമ്മൾ പറയും പണ്ട് കുറച്ചുകൂടെ ഓവറായിട്ട് അഭിനയിക്കണമായിരുന്നു, പിന്നെ കുറച്ചുകൂടെ മെത്തേഡ് ആക്ടിങ് വന്നു, പിന്നെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നു. അഭിനയം മാറുന്നു കാലഘട്ടത്തിനനുസരിച്ചെന്ന് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഈ സംഗീതത്തിന് ഇപ്പം പഴയ സംഗീതം തൊട്ട് ഇപ്പോൾ എയിൽ വന്ന് ഇപ്പം ഈ രാംഗോപാൽ വർമ്മയുടെ അത് കേട്ടിരുന്നോ? ഇന്ന് വന്ന ന്യൂസാണ്. അങ്ങനെ ന്യൂസ് ഉണ്ട്. സാരി എന്നാന്ന് തോന്നുന്ന സിനിമയുടെ പേര് അദ്ദേഹത്തിന്റെ. അപ്പം പഴയ സംഗീതം തൊട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സംഗീതത്തിന് ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉറപ്പായിട്ടും ഓരോ നമ്മുടെ ജീവിതശൈലി മാറുന്നതനുസരിച്ച് ഇപ്പം മാറ്റം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കി വെച്ച സംഗീതം അതെല്ലാം അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നാലും ഈ കാലം മാറുന്നതനുസരിച്ച് ജനങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് പാട്ട് ഉണ്ടാക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ മാറ്റം വരുന്നത്. അല്ലാതെ മറ്റേ നമ്മുടെ ബേസ് സാധനം അവിടെ തന്നെ കിടപ്പുണ്ട്. കർണാട്ടിക് ആയാലും ഹിന്ദുസ്ഥാനി ആയാലും അതെല്ലാം അവിടെ തന്നെ എത്തിച്ചേരുള്ളൂ. പക്ഷേ ഓരോ ജനറേഷൻ ഓരോ രീതിയിലാണല്ലോ അവർ വരുന്നത്. ഓരോ ആസ്വാദന ശേഷി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും പഴയ പാട്ടുകൾക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട്. ഇപ്പോൾ കവർ സോങ് പോലും ചെയ്യുന്നത് പഴയ പാട്ട് ഉപയോഗിച്ചാൽ. പുതിയ പാട്ടാണെങ്കിലും കുറച്ച് നാളിങ്ങനെ ട്രെൻഡിങ്ങിലൊക്കെ വന്നാൽ മാത്രമേ എടുത്ത് യൂസ് ചെയ്യുള്ളൂ. ശരിയല്ലേ? അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എല്ലാ പാട്ടും ഇത് തന്നെയല്ലേ, കണ്ണീർ പൂവി അതൊക്കെ തന്നെയല്ലേ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യണത്. അപ്പം അന്നത്തെ ആ പാട്ടിൻ്റെ ആ ഒരു ബ്യൂട്ടി കൊണ്ടതാണ് ഇപ്പോഴത് അല്ലേ ഒരു ട്രെൻഡിങ്ങിലോട്ടൊക്കെ എത്തിക്കുന്നത്. ഈ നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നമ്മുടെ അച്ഛനൊക്കെ പറയും പഴയ പാട്ടാണ് പാട്ട്, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. ഇപ്പോഴത്തെ പാട്ടിൽ അങ്ങനെ 1, 2, 3 തവണ കേട്ടിട്ട് പിന്നെ നമ്മൾ മറക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നജീം ഇരിക്കുന്ന ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നജീം കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ലേറ്റസ്റ്റ് ഇപ്പം ഇറങ്ങുന്ന സിനിമകളിലാണ്. അത് കുറച്ചൊരു 90s 80s അല്ലെങ്കിൽ 2000-ന് മുന്നേ ഉള്ള അങ്ങനെ സോങ്സ് ആണ്. നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ വന്ന കാലങ്ങൾ ഓർക്കുമ്പോഴാണ് കൂടുതൽ മാധുര്യം വരണം അല്ലേ? ആ സമയത്ത് കേൾക്കുന്ന പാട്ടിൽ പെട്ടെന്ന് നമ്മളെ പുറകിലോട്ട് പോകും. അതാ ഒരു സംഭവം. അത് വെച്ചിട്ടാണ് ആൾക്കാർ പറയണത്. പക്ഷെ ഇപ്പോഴും നല്ല 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 പാട്ടുകളുണ്ട്, അതില്ലെന്നല്ല. ഇത് ഇപ്പോഴത്തെ ജനറേഷൻ കുറെ കഴിയുമ്പോൾ അവർ ഇന്നത്തെ പാട്ട് ക്ലാസിക് ആയിട്ട് മാറും. അന്നത്തെ പാട്ട് കൊള്ളില്ല, പഴയ പാട്ടായിരുന്നു പാട്ട്. എല്ലാത്തിനും അതിൻ്റെതായ രീതി നിന്നുള്ളൂ. നല്ലത് അവിടുത്തെ എപ്പോഴും ഒരു പൊസിഷൻ എപ്പോഴായാലും ഉണ്ടാവും. ഇപ്പോഴത്തെ പാട്ടുകളും നല്ല പാട്ടുകൾ, ഒരുപാട് പടങ്ങൾ നല്ലതുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഈ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം മാത്രമായിപ്പോയി. പാട്ട് റിലീസ് ചെയ്യാൻ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ? ഒന്നുമില്ല. അപ്പം അവർ എത്തിച്ചാൽ അവരുടെ ആ ഡോർ തുറന്നു കൊടുക്കണം എല്ലാവർക്കും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലായിടത്തും എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കേൾക്കും. ഇപ്പം ഈ പറയുന്ന പോലെ പാട്ട് കേൾക്കുന്നതൊക്കെ തിയേറ്ററിൽ പടം ഹിറ്റായാലും മാത്രമാണ് അല്ലേ? ഞാൻ പറഞ്ഞ കാരണല്ലേ? ശരിയാണ്. അല്ലാതെ എല്ലാ പടങ്ങളും നല്ല പാട്ടുകളുണ്ട്. എല്ലാവരും നല്ല പാട്ടുകളാണ് ചെയ്യണത്. അതിനിപ്പോൾ ഒരു പാട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും അതിൻ്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിന്ന് പാടിയപ്പോൾ തന്നെ ഒരു 2 വരി പാടാൻ തന്നെ ഞാൻ എന്തോരം എഫേർട്ട് എടുക്കുന്നത്. ഞാൻ അത്രയും കഷ്ടപ്പാടുണ്ട് ഒരു പാട്ട് ബിൽഡപ്പ് ചെയ്ത് ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യുമ്പോഴത്തേക്ക്. അത് അറ്റ്ലീസ്റ്റ് നമുക്ക് എത്തണം ജനങ്ങളിലോട്ട്. എത്തില് ഭയങ്കര ഒരു വിഷമമാണ്, മനസ്സിലായി? അതിപ്പം പറ്റുന്നില്ല. അതൊന്ന് യൂട്യൂബ് ഒന്ന് കനിയണം ശരിക്കും അല്ലേ? അവര് എവിടെ ആയാലും അല്ലേ, പുരുഷൻ അനുഗ്രഹിക്കും പോലെ ഇതൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ കാരണം വേറൊരു പ്ലാറ്റ്ഫോം ഇല്ലാതായിപ്പോയി. ഓഡിയോ പ്ലാറ്റ്ഫോം സ്പോട്ടിഫൈ അങ്ങനെയൊക്കെ പറഞ്ഞു, അത് കുറച്ച് റീച്ച് ഉണ്ട് കേട്ടോ ഓഡിയോ. പക്ഷെ എത്ര പേര് സാധാരണക്കാർ സ്പോട്ടിഫൈ എല്ലാവർക്കും അറിയത്ത പോലും ഇല്ല. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് യൂട്യൂബ് ആയതുകൊണ്ട് അതിലേക്കാണ് അതായി. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചാനലുകളിലും അതൊക്കെ തിരിച്ചു വരണം നമ്മുടെ ബാക്ക് ടു. അതിനൊരു സാധ്യത ഇനി ഉണ്ടെന്ന് തോന്നുന്നു. ആളുകൾക്ക് ടിവിയുടെ മുമ്പിൽ പോയി ഇരുന്ന് കാണാൻ ഇപ്പൊ മൊബൈൽ വരെ വെച്ചിട്ട് മറ്റേ ആൽബം സോങ് വരുന്ന കാലമാണ്. ഈ കവർ വേർഷൻസിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഇതാണോ? എനിക്ക് കവറൊക്കെ ചെയ്യണതിൽ കുറ്റമൊന്നും പറയാനില്ല. കാരണം ഇതുപോലെ എല്ലാവരും ഓർമ്മിക്കപ്പെടുന്ന പഴയ പാട്ടുകൾ പുതിയ ജനറേഷനിലോട്ട് അതൊക്കെയാണല്ലോ. പക്ഷെ അതതിൻ്റെ ബ്യൂട്ടി പോകാത്ത രീതിയിൽ പഴയ ഇതിൽ നമ്മൾ അതിൻ്റെ BGMs ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പം ഞാനും ഒരുപാട് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ
എനിക്ക് തന്നെ ചില വിഷമമുണ്ട്. കാരണം പാട്ടല്ലാതായിട്ട് മാറും. അതിൻ്റെ BGMs ഒക്കെ അത് തന്നെ യൂസ് ചെയ്ത് അങ്ങനെ കേട്ടിരിക്കണം ആ പാട്ടുകൾ. അതല്ലേ, അതൊരു പുതിയ രീതിയിൽ പുതിയ ഒരു ഇൻസ്ട്രുമെൻസും കുറച്ചൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. എന്നല്ലാണ്ട് ഈ BGMs ഒക്കെ പറഞ്ഞിട്ട് വേറെ രീതിയിലോട്ട് ആക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ പാട്ടിൻ്റെ തനിമ നഷ്ടപ്പെടും. ഇപ്പൊ ഇത്രയും വന്ന ഒരു ജേർണിയിൽ ഈ ഒരു 38-39 വയസ്സെത്തി നിൽക്കുമ്പോൾ ഐഡിയാശാർസ് ഇങ്ങോട്ട് അല്ലെങ്കിൽ സിനിമ തൊട്ട് ഇങ്ങോട്ടുള്ള ജേർണിയിൽ ഇനി ഒരിക്കലും മുമ്പോട്ട് ഞാൻ ആ ഒരു സ്വഭാവം കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇനി മുമ്പോട്ട് വേണ്ടാന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഇനി അങ്ങനെ ഒരു സംഭവം വേണ്ട, അങ്ങനെ ഒരു സാധനം ഞാൻ പിടിക്കുന്നില്ല. അത് എനിക്ക് കൈപ്പേറിയ അനുഭവങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അതാണോ? ഇനി ഒരിക്കലും നമ്മൾ അങ്ങനെ ഇപ്പൊ നമ്മളൊരു ടീമിനോട് വർക്ക് ചെയ്തു, ജീവിതത്തിൽ ഇനി അങ്ങനെ ടീമിനോട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കൈപ്പേര അനുഭവം അത് നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലാതെ സിനിമ പാട്ട് പാടുന്നത് പോലും നമ്മൾ അങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വളർന്നു വരുമ്പം ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളോടെയാണല്ലോ വരുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ബ്ലോക്ക് ലിസ്റ്റിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. ഓ, ഇതായിരിക്കും നാളത്തെ ഹൈലൈറ്റ്. എന്റെ ബ്ലോക്ക് ലിസ്റ്റിൽ ആ മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അല്ല, അതാ നമുക്ക് അത്രയും നമ്മളെ ചിലരങ്ങനെ മനുഷ്യത്വം ഇല്ലാതൊക്കെ പെരുമാറിക്കളയും. വളരെ ഫേമസ് ആയിട്ട് അങ്ങനെയാണ് നമുക്ക് അത്രയ്ക്ക് നമ്മൾ അത്ര റെസ്പെക്റ്റ്, അതൊക്കെ നമ്മൾ അത്ര വേറൊരു രീതിയിലും അല്ല. പക്ഷെ അവരെങ്ങനെയാണ് കാണുന്നത് നമുക്കറിയില്ല. പിന്നെ നമുക്കങ്ങനെ പാടണ്ടെന്ന് തോന്നിപ്പോവും, വേണ്ട കാണണ്ട എന്നല്ല, നമുക്ക് വർക്ക് ചെയ്യണമെന്നുള്ള രീതിയിൽ തോന്നിപ്പോവും. അപ്പം അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞ ചോദ്യത്തിനുള്ള അത് നാളത്തെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആവട്ടെ. എന്റെ ബ്ലോക്ക് ലിസ്റ്റ് ഇത് കഴിയുമ്പോൾ എന്നോട് പറയണേ ആരാണെന്ന്. ഞാൻ അയാളുടെ ഒരുപാട് എല്ലാവർക്കും ഉണ്ട് ഓരോ അനുഭവങ്ങൾ. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെതായ ഒരു അനുഭവം വന്നപ്പോൾ ഞാനത് ഇതാക്കി, എനിക്ക് പാടണ്ടെന്നുള്ള ഇതായി.